വിഴിഞ്ഞത്ത് കെഎസ്ആർടിസി ഡിപ്പോയിലെ കുഴിയിൽ വീണ് പ്രിയദർശിനി ബസ്സിൽ ഡ്യൂട്ടിക്ക് പോയ വനിതാ കണ്ടക്ടർക്ക് പരിക്കേറ്റിരിക്കുന്നു. സൗജന്യ യാത്ര ഒരുക്കുന്ന ബസ്സിലെ ആദ്യ ഡ്യൂട്ടിക്ക് പോയ കണ്ടക്ടറാണ് കുഴിയിൽ വീണത്. കാലിന് പരിക്കേറ്റിരിക്കുകയാണ്. ബസ്സിലെ ചവിട്ടുപടിയിൽ നിന്നും താഴെ ഇറങ്ങിയപ്പോഴാണ് കുഴിയിൽ വീണത്. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, അബദ്ധത്തിൽ സംഭവിച്ച അപകടമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ആരോഗ്യനില? അക്ഷയ് പറഞ്ഞതുപോലെ അബദ്ധത്തിൽ സംഭവിച്ച അപകടമാണ്. പക്ഷെ അതിനും അപ്പുറത്ത് ആ ഡിപ്പോയിലെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ വലിയ പരാതിയുണ്ട്. അത് പറയും മുമ്പ് അവരുടെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. സിന്ധുവിൻ്റെ ഇടത്തെ കാലിന് വലിയ പരിക്കുണ്ട്. അതിപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ പോയി. ആ സമയത്ത് അപകടം സംഭവിച്ച ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ചെറിയൊരു പൊട്ടലുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.5 മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടുത്തെ പ്രശ്നം പറയാം. അതായത് ആ ഡിപ്പോയിലേക്ക് കയറുന്ന സമയത്ത് പല കുഴികളുണ്ട്. ഒരുപാട് കുഴികൾ ആ ഡിപ്പോയിൽ തന്നെ ഉണ്ട് എന്നുള്ള പരാതി നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 വർഷമെങ്കിലും കൊണ്ട് ഈ പരാതി ഉന്നയിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഈ ബസ്സുകളൊക്കെ വന്നു പോകുമ്പോൾ മഴയാണ്. അപ്പോൾ വെള്ളം കെട്ടി കിടക്കും. അപ്പോൾ കുഴിയിൽ എത്ര ആഴം ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയില്ല. അപ്പോൾ ബസ്സുകൾ വന്ന് ആ വെള്ളത്തിൽ ഇറങ്ങി പോകുമ്പോൾ ആ പരിസരത്ത് ആരെങ്കിലും നിന്ന് അവരുടെ പുറത്തൊക്കെ വെള്ളം തെറിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അപകടാവസ്ഥയിലുള്ള കുഴികളുണ്ട്. ഈ സിന്ധു ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓഫീസിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് കുഴിയിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. എന്തായാലും അവർക്ക് 1.5 മാസത്തെ വിശ്രമം ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. നമുക്ക് കുഴിയുടെ ദൃശ്യങ്ങളാണ്. അതാണ് കുഴിയുടെ ദൃശ്യങ്ങൾ. വിഴിഞ്ഞം ഡിപ്പോയിലുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ഈ ഡിപ്പോയ്ക്കകത്തുള്ള കുഴികളാണ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ തലത്തിലേക്ക് അതിനെപ്പറ്റി ചോദിക്കാതിരുന്നത് ഹരിയോട്. അതായത് അബദ്ധത്തിൽ വീണതാണെന്ന് പറയുമ്പോഴും KSRTC സൗജന്യ യാത്രയൊക്കെ നടപ്പാക്കുമ്പോഴും നമ്മുടെ റോഡുകളുടെ അവസ്ഥ, അത് ഡിപ്പോയ്ക്കകത്ത് തന്നെ എന്തൊരു ദുരിതപൂർവ്വമാണെന്നുള്ളതാണ്. 2 വർഷമായി ഒരു പരാതി ഉയരുന്നു. ഇന്ന് സർക്കാർ എന്നുള്ളതല്ല, 2 വർഷമായി പരാതി ഉയരുന്നുണ്ട്. പക്ഷെ ഒരു നടപടിയും അവിടെ ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിങ്ങനെയൊക്കെ ചരിത്രമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും റോഡുകളുടെ അവസ്ഥ. നമുക്ക് കണ്ടക്ടറുടെ പ്രതികരണം കൂടി കേൾക്കാം. ആദ്യത്തെ പ്രിയദർശിനി ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോൾ സമയം വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുഴിയും കല്ലും ഒക്കെ നിറയാനുണ്ടായിരുന്നു. കല്ലിൽ തട്ടാതെ മാറ്റി വെച്ചതാണ്. പക്ഷെ ഇങ്ങനെ സ്ലിപ്പായി ഞാൻ താഴെ വീണു. കഴിച്ചപ്പോഴേക്കും ഞാൻ കാലിൻ്റെ കണ്ണ് മൊത്തം നീരായി. പിന്നെ ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ പൊട്ടലുണ്ടെന്ന് മനസ്സിലായി.